ആലപ്പുഴ കളക്ടറേറ്റിൽ CPI നേതാക്കളുടെ പ്രതിഷേധം. CPI നേതാക്കൾ കളക്ടറുടെ ഓഫീസിൽ കുത്തിയിരിക്കുകയാണ്. മാവേലിക്കര LDF സ്ഥാനാർത്ഥിയുടെ പേര് ബാലറ്റിൽ തെറ്റായി ചേർത്തതിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, അങ്ങേയറ്റം ഗുരുതരമായ ഒരു പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? നീലിമ, മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പേര് അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നാണ്. ഇത്തരത്തിൽ തന്നെയായിരുന്നു ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ നോമിനേഷൻ കൊടുത്ത സമയത്ത് എഴുതി കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുന്നു. അതായത് അരുൺകുമാർ CA എന്നുള്ള രീതിയിലേക്കാണ് നോമിനേഷൻ ബാലറ്റ് പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഇത് മാറ്റി എഴുതണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ നേതാക്കളടക്കമുള്ള അരുൺകുമാറിനോടൊപ്പമുള്ളവർ ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർ ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടറെ കാണാൻ എത്തുകയും തങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ മാറ്റാൻ കഴിയില്ല എന്നാണ് ജില്ലാ വരണാധികാരി പറയുന്നത്. എന്തായാലും ഇത് മാറ്റിയതിനു ശേഷം മാത്രമേ തങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് അതായത് അരുൺകുമാറിന്റെ അഡ്വക്കേറ്റ് അടക്കമുള്ള CPIയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ കളക്ടറേറ്റ് ഇരിക്കുന്നത്. ഈ വിഷയത്തിൽ നിലവിലെ അവർ കൊടുത്തിരുന്നതിൽ നിന്നും മാറ്റി CA അരുൺകുമാർ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ബാലറ്റിൽ വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നാണ്. പക്ഷെ ശരിക്കും ഇവർ നേരത്തെ എഴുതി കൊടുത്തിരുന്നത് അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നാണ്. ഈ അരുൺകുമാർ CA എന്നുള്ളത് രണ്ടാമത് വന്നതോടുകൂടിയാണ് ഈ പിശക് പറ്റിയിരിക്കുന്നത്. തിരുത്തി നൽകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് അംഗീകരിക്കുന്നതിന് ശേഷം മാത്രമേ തങ്ങൾ പോകുകയുള്ളൂ എന്ന നിലപാടിലാണ് CPI നേതാക്കൾ. ഇക്കാര്യത്തിൽ വരണാധികാരിയുടെ ഒരു നിലപാട് എന്താണ്? ഇതെന്തുകൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ ഇത് മാറ്റാൻ കഴിയില്ല, അത്തരത്തിൽ മാറ്റുന്ന നടപടികളില്ല എന്നുള്ളൊരു മുൻവിധിയാണ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഭരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അത് മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ദോഷകരമായി ബാധിക്കുമെന്നും അത് മാറ്റി കിട്ടണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ ഈ പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്.